हेलो बच्चों, नमस्कार। आप सभी का फिर से स्वागत है मेरे YouTube चैनल ई फॉर एजुकेशन में। आज जो हम पाठ भाग पढ़ने जा रहे हैं उस पाठ भाग का नाम है ये धरती उस किसान की। इसमें किसान किस प्रकार से खेती करती है और हमें तक भोजन पहुंचाता है, इसके महत्व को बताया गया है। तो हमें खेती के महत्व के बारे में इस पाठ भाग में बताया गया है। तो बिना वक्त गवाए हम चलते हैं एक वीडियो की ओर। ഹായ് കുട്ടികളെ, നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ ഇ ഫോർ എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് യെ ധർത്തി ഉസ് കിസാൻ കി. ഇതിൽ കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളിലേക്ക് ഒരു കർഷകൻ നമ്മൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി ഒട്ടും സമയം കഴിയാൻ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. जय किसान। नहीं हुआ है अभी सवेरा, पूरब की लाली पहचान। चिड़ियों के जगने से पहले खाट छोड़ उठ गया किसान। खिला पिला कर बैलों को ले करने चला खेत पर काम। नहीं कभी अवकाश न छुट्टी है उसको आराम हराम। गरम गरम लू चलती सन धरती तपती तवा समान। तब भी करता काम खेत पर बिना किए आराम किसान। बादल गरज रहे गड़गड़, बिजली चमक रही चमचम। मूसलाधार बरसता पानी जरा न रुकता लेता दम। हाथ पांव ठिठुरे जाते हैं, घर से बाहर निकले कौन। फिर भी आग जला खेतों की रखवाली करता वह मौन। है किसान को चैन कहाँ, करता रहता हरदम काम। सीखा नहीं कभी भी उसने घर पर रह करना आराम। तो बच्चों, आप लोगों ने कविता सुनी, आपका कविता पसंद आया? അപ്പോൾ കുട്ടികളെ, നിങ്ങൾ ഈ കവിത കേട്ടില്ലേ? കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കവിതയിൽ എന്താണ് പറയുന്നത്? ശരിയാണ് അല്ലേ? നമ്മൾ കൃഷിയുടെ പ്രാധാന്യത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നൊരു കവിതയാണ്. അപ്പോൾ ഇതേപോലെ ഒരു കവിത നമ്മളുടെ പാഠപുസ്തകത്തിലുണ്ട്. നമ്മൾക്കിനി ആ പാഠപുസ്തകത്തിലെ കവിത നോക്കാം. അപ്പോൾ കവിതയുടെ പേരാണ് യെ ധർത്തി ഹെ ഉസ് കിസാൻ കി. ഇത് എഴുതിയത് കേദാർനാഥ് അഗ്രവാൾ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ എന്താണ് കവിതയുടെ പേര്? യെ ധർത്തി ഹെ ഉസ് കിസാൻ കി. യെ ധർത്തി, ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. ഉസ് കിസാൻ കി, ഉസ് കിസാൻ കി എന്ന് പറഞ്ഞാൽ ആ കർഷകൻ്റെ. അപ്പം നമ്മൾ കണ്ട വരികൾ നോക്കാം. യെ ധർത്തി ഹെ ഉസ് കിസാൻ കി जो बैलों के कंधों पर बरसात घाम में जुआ भाग्य का रख देता है. എന്താണ് പറയുന്നത്? യെ ധർത്തി ഹെ ഉസ് കിസാൻ കി. യെ ധർത്തി, ധർത്തി എന്ന് പറഞ്ഞ ഭൂമി. ഉസ് കിസാൻ കി, ആ കർഷകൻ്റെ ആണ്. ജോ ബേലോ കെ ഖന്തോ പർ, ബേലോ എന്ന് പറഞ്ഞാൽ കാല, കെ ഖന്തോ പർ, അപ്പോൾ കാലകളുടെ തോളിൽ. ഖന്തോ എന്ന് പറഞ്ഞാൽ തോളിൽ. ബർസാത്ത് ഗാം മേ, മരയിലും ചൂടത്തും. जुआ भाग्य का रख देता है, खून चाटती हुई वायु में. पैनी किसी खेत के भीतर, दूर कलेजे तक ले जाकर जोड़ डालता है मिट्टी को. അപ്പം എന്താ പറയുന്നത്? जुआ भाग्य का रख देता है. जुआ भाग्य का रख देता എന്ന് പറഞ്ഞാൽ ഭാഗ്യത്തിൻ്റെ തൂക്കം വെക്കുന്നു. കൂൺ ചാർത്തി ഹുവി വായുമേ, രക്തം വാറ്റി എടുക്കുന്ന കാറ്റിൽ. കൂൺ ചാർത്തി, കൂൺ എന്ന് പറഞ്ഞാൽ രക്തം, ചാർത്തി എന്ന് പറഞ്ഞാൽ ഊട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ വെട്ടിക്കുന്ന. വായു എന്ന് പറഞ്ഞാൽ കാറ്റിൽ. പാനി കുസി ഖേത് കെ ഭീതർ, എന്താണ് പാനി കുസി ഖേത് കെ ഭീതർ എന്താണ് പറയുക? കൽപ്പയുടെ മൂർച്ചയുള്ള ഭാഗം വയലിൻ്റെ അകത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടിച്ചാൽ നമ്മൾ കൽപ്പ കണ്ടിട്ടില്ലേ? നമ്മൾ കാലയുടെയൊക്കെ പിന്നിൽ കെട്ടുന്ന കൽപ്പ. അപ്പോൾ കൽപ്പയുടെ മൂർച്ചയുള്ള ഭാഗം വയലിൻ്റെ അകത്ത്. അടിച്ചാൽ വയലിൻ്റെ അകത്ത് അത് ഇങ്ങനെ മുറിച്ച് കൂട്ടിയെന്നാണ് പറയും. ദൂർ കലേജ തക് ലേജാക്ക, ആഴത്തിൽ കൊണ്ടുപോയി. അതാണ് ദൂർ കലേജ തക് ലേജാക്ക എന്ന് പറഞ്ഞാൽ
ആഴത്തിൽ കൊണ്ടുപോയി. ജോ ഡാൽത്താ ഹെ മിട്ടിക്കോ, മണ്ണിനെ എന്താണ് ഉയർത്തി മറിയിക്കുന്നു, മണ്ണിനെ മറിച്ചിടുക. അടിച്ചത് കളിച്ചിടാനൊക്കെ നമ്മൾ പറയില്ല, അതാണ് പറയുന്നത്. പാൻസ് ഡാൽക്കർ എന്തിട്ടിട്ട് വലമിട്ട്, പാൻസ് ഡാൽക്കർ എന്ന് പറഞ്ഞാൽ വലമിട്ട്. ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹെ, പിന്നെന്ത് ചെയ്യുന്നു വിത്ത് വിധിയുന്നു. നയേ വർഷമേ നയേ ഫസൽ കെ, എന്താണ് പറയുന്നത് പുതിയ വർഷം പുതിയ വിളവുകൾ. ढेर अन्न का लग जाता है, ढेर अन्न का लग जाता है, അപ്പോൾ ധാന്യ കൂമ്പാരം ഉണ്ടാക്കും. ये धरती है उस किसान की, ഈ ഭൂമി ആരുടെയാണ്? ആ കർഷകൻ്റെയാണ്. അടിച്ച മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകൻ്റെയാണ് എന്നാണ് പറയും. നഹി റാവ് കി, നഹി റംഗ് കി, നഹി കിസി കി, നഹി കിസി കി, ധർത്തി ഹെ കേവൽ കിസാൻ കി. എന്താ പറയുന്നത്? ഈ ഭൂമി എന്ന് പറയുന്നത് രാജാവിൻ്റെയും അല്ല, അതേപോലെ തന്നെ പാവപ്പെട്ടവൻ്റെയും അല്ല, ആരുടെയുമല്ല. ഇത് കേവലം ആരുടെയാണ്? ഇത് കർഷകന്റെ മാത്രം ഭൂമിയാണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഭാഗം മനസ്സിലായില്ലോ. ഞങ്ങൾക്ക് അടുത്ത വരികൾ നോക്കാം. ये धरती है उस किसान की जो मिट्टी को पूर्ण परക്ക, മണ്ണിനെ എന്താണ് പൂർണ്ണ പറക്ക, പൂർണ്ണമായും എന്ത് ചെയ്യുക, മണ്ണിനെ എന്ത് ചെയ്യുക, നമ്മൾ നിരീക്ഷിക്കുക അല്ലെങ്കിൽ ഉപജ്ഞാവാവുക എന്നാണ് പറയുന്നത്. മണ്ണിനെ പൂർണ്ണമായി നിരീക്ഷിച്ചോ. മിട്ടിക്ക് സാത്ത് ഹി, മണ്ണിൻ്റെ ഒപ്പം തന്നെ. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, സംഗ് എന്ന് പറഞ്ഞാൽ ഒപ്പം, അപ്പോൾ മണ്ണിൻ്റെ ഒപ്പം തന്നെ. തബക്കർ ചൂട് കൊണ്ട്, ഗൽക്കർ ഉരുകിയിട്ട്, ഗൽക്കർ എന്ന് പറഞ്ഞാൽ ഉരുകുക, മർക്കർ എന്ന് പറഞ്ഞാൽ മരി. കപ്പാറാഹ ഹെ ജീവൻ, അപ്പം അവൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ആരാണ് കഴിച്ചു കൂട്ടുന്നത്? കർഷകൻ. അവൻ്റെ ജീവിതം എങ്ങനെയാണ് കർഷകൻ? ചൂടത്തും അതേപോലെ തന്നെ വെയിലത്തൊക്കെ ഇങ്ങനെ മരിച്ച് പണിയെടുത്തിട്ടാണ് അവരുടെ ജീവിതം നയിച്ചു കൂട്ടുന്നത്. ദേഖ് റാഹ മിട്ടിമേ സോനെ കാ സ്വപ്ന, എന്താണ് കാണുന്നത്? മണ്ണിൽ സ്വർണം വിളിയുന്നത് സ്വപ്നം കണ്ടും കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അരച്ച സ്മൃതി സ്വപ്നം കണ്ടും കൊണ്ട്. അരച്ച അവരുടെ പാടത്തൊക്കെ നല്ല എന്ത് വേണമെന്നാണ്, വയലും ഇതൊക്കെ ഉണ്ടാവണം എന്നാണ്, കൊയ്യാൻ വേണ്ടിയിട്ടല്ല വയലും അന്നമൊക്കെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. മിട്ടിക്ക് മഹിമാകാറ്റ, മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മിട്ടി കേഹി അൻസ്ഥൽമേ, മണ്ണിൻ്റെ അകത്ത് നിന്നും കൊണ്ട് ആ മണ്ണിൻ്റെ മഹിമ പാടുന്നു എന്നാണ് പറയുന്നത്. അപ്പനെ തനിക്ക് ഖാദ് മിലാക്ക, തൻ്റെ ശരീരത്തിൻ്റെ വലം ചേർത്ത്. അടിച്ച കഠിനമായ ശാരീരിക വിശ്രമം ചെയ്തും കൊണ്ടാണ് പറയുന്നത്. അടിച്ച നല്ലോണം ശരീരം കൊണ്ട് അധ്വാനിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത്. മിട്ടിക്കോ ജീവിക്കട്ടെ, മണ്ണിന് ജീവൻ നിലനിർത്തുന്നു, മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നു. ഖുദ് ജീത്താ ഹെ, സ്വയം ജീവിക്കുന്നു. യെ ധർത്തി ഹെ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെയാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ് കൃഷിയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞു തരുന്ന ഒരു കവിതയാണ്, വളരെ മനോഹരമായൊരു കവിതയാണ്. അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കർഷകർക്ക് പ്രാധാന്യം കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്ത് ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗത്തിലെ അർത്ഥങ്ങളൊക്കെ 5 തവണ വീതം നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കുകയും കൂടി വേണം.